എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിലൊക്കെ പറയാറില്ലേ, നമ്മൾ ഈ നാടൻ ഭാഷയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു മൂഡിലുള്ളൊരു പ്രതികരണമാണ്. പ്രവാസി ഇന്ത്യക്കാർക്ക് ഇരട്ട നികുതി ഒഴിവാക്കി, വലിയ കാര്യമായിപ്പോയി, അങ്ങനെ പറയാറുണ്ടല്ലോ. രണ്ട്, NRIകൾക്ക് ഒരു അംഗ കമ്പനി ഉണ്ടാക്കാം എന്നിങ്ങനെ രണ്ടിടത്ത് പ്രവാസി ഇന്ത്യക്കാരെ NRIസിനെ കൃത്യമായി ബജറ്റ് പരിഗണിച്ചു എന്നിട്ടാണ് വിമർശനം പറയുന്നത്. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രയോജനകരമായ ഒരു കാര്യവും ബജറ്റിലില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. എനിക്ക് തോന്നുന്നു സംരംഭങ്ങൾ തുടങ്ങുക എന്നത്, അല്ലെങ്കിൽ അതിനായി കൃത്യമായി തന്നെ ഒരു സമഗ്ര പാക്കേജ്, പ്രവാസികൾക്ക് പുനരധിവാസം, അതാണ് ഉദ്ദേശം. അത്തരത്തിലുള്ളൊരു പാക്കേജ് ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. എനിക്ക് തോന്നുന്നു ആ രീതിയിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും. ശ്രീ സജീവ്. നമ്മളിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഷ്ടമല്ലാത്ത ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു നാട്ടുവാർത്തകളുണ്ട്. നമ്മളതിനെ അങ്ങനെ കണക്കാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം വേറൊരു കമന്റ് ഞാൻ കേട്ടതാണ്, തൊഴിൽ സൃഷ്ടിക്കാനുള്ള പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിലില്ല. നമ്മൾ മുൻകാലങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റുകളിലെല്ലാം 1 ലക്ഷം കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും, തൊഴിൽ മേഖലയിൽ കൂടുതൽ കമ്പനികൾ തുടങ്ങും, അല്ലെങ്കിൽ സർക്കാർ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ഇങ്ങനെയൊക്കെയുള്ള നടക്കാത്ത ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റുകളിൽ വരാറുണ്ടായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം പ്രഖ്യാപനങ്ങളിൽ നിന്നെല്ലാം മാറി, അതാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ്. കാരണം അതിവേഗം പോകുന്ന ഒരു ലോകത്ത് നമ്മൾ മാറേണ്ടതിന്റെ ആവശ്യകത, പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ പോലെ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് ഒരു രാജ്യം പോകണമെങ്കിൽ ഒരുപാട് അടിസ്ഥാന മാറ്റങ്ങൾ ഉണ്ടാകണം, അടിസ്ഥാന വികസനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകേണ്ട ഒരു രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം മുൻകാലങ്ങളിലെ പോലെ വന്നിറങ്ങുന്ന പ്രവാസിക്ക് 1000 രൂപ വെച്ച് കൊടുക്കും, 5000 രൂപ വെച്ച് കൊടുക്കും, അവൻ 6 മാസത്തെ ശമ്പളം കൊടുക്കും, ഇതൊന്നും അല്ല വേണ്ടത്. അതൊന്നും അങ്ങനെ ഒരാൾക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ, അതും മറന്നു വരുത്. പിന്നെ ആ വർത്തമാനത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിട്ടില്ല. ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അപ്പകഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആരെങ്കിലും നമ്മൾ കൂടെ നിർത്തുക, അതല്ല ആവശ്യം. അതേസമയം അവന് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന്, അടിസ്ഥാനപരമായി അവനെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം പറയാം, സോളാർ എനർജിക്ക് 1000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സോളാർ എനർജി അത്യാവശ്യമായ ഒരു സംഗതിയാണ്. എനർജി ഡെവലപ്മെന്റ്. നമുക്കറിയാം, സോളാർ എന്ന് പറയുമ്പോഴേ നമ്മൾ സരിതയെ പറ്റിയൊക്കെ ആഘോഷിക്കുന്നത്. വളരെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ രാഷ്ട്രീയം കളിച്ചത് നശിപ്പിച്ച് കളഞ്ഞു. നമുക്ക് സോളാറിന് 1000 കോടി മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ ഈ ഊർജ മേഖലയ്ക്ക് ഏതാണ്ട് 3,05,000 കോടി രൂപയാണ്. വലിയൊരു ഒരു ധനം തന്നെയാണ് അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചത്. എനിക്ക് തോന്നുന്നു ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് പെട്രോളും ഡീസലിനും മാത്രം നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോണോ വേണ്ടയോ എന്നൊരു ചോദ്യം കൂടി അതിൽ പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്, അല്ലേ? ഞാൻ ഈ അടുത്ത കാലങ്ങളിലെല്ലാം കാണുന്ന വലിയൊരു സംഗതിയുണ്ട്. പെട്രോളിന് വില 80 90-ലാകുന്നു, 100-ലേക്കാകുന്നു. ഒരുപാട് വാട്സപ്പ് കമന്റുകൾ വരുന്നു. ഒരുപക്ഷെ നാളെ എന്നെ വെച്ച് ട്രോളാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തില് 2030 പെട്രോൾ ഇല്ലാത്ത വാഹനങ്ങളായിരിക്കും നിരത്തുകളിലുള്ളത്. അങ്ങനെ നിരത്തുകളിലേക്ക് വാഹനങ്ങൾ ഉണ്ടാകണമെങ്കിൽ പെട്രോളിന്റെ വില കുറച്ച് നമ്മൾ വണ്ടിയും മേടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. മാറ്റം ഒന്നു മാത്രമാണ് നമുക്ക് ആവശ്യം. അതിന് ഉതകുന്ന രീതിയിലാവണം രാജ്യം പോകേണ്ടത്, ഭരണാധികാരികൾ പോകേണ്ടത്, വ്യക്തികൾ അതനുസരിച്ച് വികാസ പരിണാമങ്ങളിലൂടെ വേണം കടന്നു പോകാൻ. 35,000 കോടി രൂപ ഈ കാലഘട്ടത്തിന് ഏറ്റവും അവസരോചിതമായിട്ട് മാറ്റിവെച്ചുകൊണ്ട്, കാരണം ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുക. ഇവിടെ തന്നെ നമുക്കറിയാം, കുവൈറ്റികളൊക്കെ വളരെ എത്ര ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വന്നിറങ്ങി കോവിഡിനുള്ള മരുന്ന് എന്ന് പറഞ്ഞു തരുമ്പോൾ 35,000 കോടി രൂപ മുടക്കിക്കൊണ്ട് നമ്മളെ തൊട്ടടുത്ത രാജ്യങ്ങളെ എല്ലാം കൊടുത്തുകൊണ്ട് ആ ബന്ധം കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മളുടെ റിലേഷനൊപ്പം വ്യവസായ വാണിജ്യ എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിയ നമ്മൾ ഈ കാർഷിക മേഖലയ്ക്ക് കൃഷിക്ക് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഊന്നല്, കാർഷിക മേഖലയിൽ ഞാൻ പറയാം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയറി പ്രൊഡക്റ്റുള്ള രാജ്യം ഇന്ത്യ. പക്ഷേ വിദേശ രാജ്യത്തിലേക്ക് കയറ്റി അയക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഉപഭോഗമുണ്ട് ഇന്ത്യയിൽ മാത്രം.
അത് വീണ്ടും ഡെവലപ്പ് ചെയ്യുക. വിദേശത്തു നിന്ന് മലയാളികൾ ഒന്ന് ഡെവലപ്പ് ചെയ്യട്ടെ. കന്നുകാലി വളർത്തൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. പോൾട്രി ഐറ്റംസ് ഇന്ത്യയുടെ ഉപയോഗത്തിന് മാത്രമാണോ കയറ്റി അയക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. കാരണം അത്രമാത്രം പ്രൊഡക്ഷൻ നമുക്കുണ്ടാകുന്നില്ല. മീറ്റ്, ലോകത്ത് ഏറ്റവും അധികം മീറ്റ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ എത്രമാത്രം ഇനി ആവശ്യകതയുണ്ട് ലോകത്തിന്? അത് എന്തുകൊണ്ട് ആ മേഖലയിലേക്ക് ഓരോ വ്യക്തികൾക്കും അവരുടെ മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ, അതാണ് പറഞ്ഞത്, സിംഗിൾ ഓണർഷിപ്പിൽ നിന്ന് തുടങ്ങി ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി വമ്പൻ കമ്പനികൾ വരെ തുടങ്ങാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിനുള്ള സപ്പോർട്ടും ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മൾക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ള സൊസൈറ്റികളുള്ളത്. അത്തരം സൊസൈറ്റികൾ അടക്കമുള്ള സംഗതികളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വിദേശ മലയാളികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ 1000 രൂപയും 2000 രൂപയും 6 മാസത്തെ പെൻഷനും അങ്ങനൊന്നും കൊടുക്കുന്നതിലൊക്കെ എത്രയോ നല്ലതായിട്ട് ഈ മലയാളികളും മറ്റിന്ത്യക്കാരുമായിട്ടുള്ളവരെല്ലാം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ജോലി ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവരുടെ എക്സ്പീരിയൻസിനെ നമ്മളുടെ നാടിന് ഗുണമുള്ള രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ നാടിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ കൂട്ടിക്കൊണ്ട് ഒരാൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ മിനിമം 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ തൊഴിൽ സൃഷ്ടിക്കാനുള്ള പദ്ധതികളില്ല എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ രീതിയിൽ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം സംസ്ഥാന ഗവൺമെന്റുകളും പ്രാദേശിക ഭരണസമിതികളും മാറുകയാണ് എങ്കിൽ ഇന്ത്യ അതിവേഗം വളരും. അങ്ങനെ വളർച്ചയിലൂടെ ഈ പ്രവാസികൾക്ക് തന്നെ നമ്മുടെ നാടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ഒറ്റ നിമിഷം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാമ്പത്തിക വിലയിരുത്തലിലേക്ക് പോകാം. അതിനു മുമ്പ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് കൂടിയുണ്ട്. ഞാൻ വരാം. ശ്രീ സുബ്രഹ്മണ്യൻ ഒപ്പം ശ്രീ സുശാന്ത്, ഞാൻ രണ്ടുപേരിലേക്കും വരാം. കാരണം മെറിറ്റിലേക്ക് തന്നെ ചർച്ച പോകണം. കാരണം വളരെ നല്ല പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശ്രീ സജീവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയിൽ രണ്ടുപേരുടെയും വിലയിരുത്തൽ അത്യാവശ്യമാണ്. അതിനു മുമ്പ് ഒരു പൊളിറ്റിക്കൽ വിലയിരുത്തൽ. ശ്രീ ഹരി, സ്വാഭാവികമായിട്ടും ഈ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് വരെ കോൺഗ്രസ് നേതാക്കന്മാരോടും CPI നേതാക്കന്മാരോടൊക്കെ പറഞ്ഞു പോയി ബജറ്റ് നിരാശാജനകമാണ്. അപ്പം ചാനൽ അവതാരകൻ ചോദിച്ചു, അല്ല ബജറ്റ് അവതരിപ്പിച്ചു പോലുമില്ല, അതിനു മുമ്പേ അങ്ങ് പറയുന്നൊരു രീതി. അപ്പോൾ ഈ കണ്ണടച്ച് എതിർക്കുക, ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വശം കൂടി പരിഗണിക്കുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ അങ്ങ് എതിർക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണഫലം ഇല്ലാതായി പോവുകയാണ്. അതെ. ഇതിനകത്ത് വളരെ രസകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ചാനൽ ചർച്ച കേട്ടിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുവ നേതാവ്, ഞാൻ ആ പാർട്ടി പറയുന്നില്ല, അദ്ദേഹമാണ് ബഡ്ജറ്റ് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ബഡ്ജറ്റ് നിരാശാജനകമാണ്, വളരെ മോശമാണെന്ന് പറഞ്ഞു. പിന്നെയാണ് അവതാരകൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലല്ലോ, അപ്പൊ താങ്കൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ അക്കിടി മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മുടെ ഈ തള്ളു ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ സ്വന്തം ധനകാര്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ ദേശാഭിമാനിയിൽ വന്നത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകമാണ്, മാന്ദ്യത്തിൽ നിന്നും രാജ്യത്തെ കരകയറ്റാൻ അപര്യാപ്തമായ ഈ ബഡ്ജറ്റ് കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്കും തൊഴിലുറപ്പ് പദ്ധതിക്കുമുള്ള വീതം ഗണ്യമായി വെട്ടിക്കുറച്ചു. ഇത് തന്നെ ഒരു ശുദ്ധ ഓഷ്കല്ലേ പറയുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് 137% കൂട്ടിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ മാത്രം 137% കൂട്ടിയിരിക്കുന്നത്. രണ്ടാമത്, കാർഷിക മേഖലയിലെ താങ്ങുവില, മുഴുവൻ താങ്ങുവിലകളും വീണ്ടും തുടരുവാനും അതോടൊപ്പം തന്നെ ആവശ്യാനുസരണം മാറ്റം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ സംയുക്തമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആവശ്യാനുസരണം മാറ്റം വരുത്തുവാനുമുള്ള ഒരു ഡിസിഷനും അതിനകത്തുണ്ട്. പിന്നെ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ്, അത് വളരെ രസകരമായ സംഭവമാണ്. അതായത് കിഫ്ബിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് റോഡ് വികസനത്തിന് ഇത്രയും പൈസ തരുന്നു, അത് നാഷണൽ റോഡ് അതോറിറ്റി അത് കടമെടുത്താണ് തരുന്നത്, അത് കിഫ്ബിയെ പോലെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും ആവശ്യം ആ കിഫ്ബിയെ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നും സ്വന്തം കീശ വെറുപ്പിക്കുക എന്നും ഉള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭം മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും.
ഇങ്ങനെയാണോ ഒരു ധനകാര്യമന്ത്രി സംസാരിക്കേണ്ടതല്ലോ? വളരെ ക്ലിയർ ആയിട്ട് ഒരു ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞു. കേരളത്തിനും തമിഴ്നാടിനും, അതായത് നേരത്തെയുള്ള എല്ലാ കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴും അതിപ്പോ BJP NDA സർക്കാരായിക്കോട്ടെ UPA സർക്കാരായിക്കോട്ടെ, കേരളത്തിലുള്ള പൊതുവെയുള്ള മലയാളികളുടെ ഒരു പരാതി എന്തായിരുന്നു? ആ പരാതി എന്ന് പറയുന്നത് നമ്മളെ അവഗണിച്ചു എന്നായിരുന്നു. എല്ലാ രാഷ്ട്രീയ പരിഗണനകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് കേരളത്തെ അവഗണിച്ചു ഈ ബഡ്ജറ്റ് എന്നുള്ളതായിരുന്നു സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന ഒരു പരാതി. പക്ഷേ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയിലെ പല നേതാക്കളും നടിക്കുന്ന മൗനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഇടനാഴി, അതായത് സാമ്പത്തിക ഇടനാഴി, കന്യാകുമാരി മുതൽ, അതായത് ബോംബെ മുതൽ കന്യാകുമാരി വരെ വരുന്ന സാമ്പത്തിക ഇടനാഴി, അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാൾ കേരളമാണ്. കാരണം കേരളം ഒരു കൺസ്യൂമറബിൾ സ്റ്റേറ്റ് ആണ്. കാരണം നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം യൂസ് ചെയ്യുന്നവർ മാത്രമാണ്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഒരു കൺസ്യൂമറബിൾ സ്റ്റേറ്റിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ടേ നടക്കുന്നില്ല. കേന്ദ്രമെങ്കിലും തരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുവാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഈ സംസ്ഥാന സർക്കാർ കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് നേരത്തെ സജീവ് സാറ് പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുള്ള ആ ഒരു നാടൻ പദമാണ് ഇതിന് ഉപയോഗിക്കേണ്ട ഒരു ഇത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുശാന്ത്. ഈ അടിസ്ഥാന വികസന മേഖല 100 ലക്ഷം കോടിയാണ് നേരത്തെ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചത്. ഒരു ദീർഘ പദ്ധതി, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുക ആദ്യം വേണ്ടത് അവിടെ തന്നെയാണ്. അപ്പോൾ അടിസ്ഥാന മേഖല വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖല വികസിക്കും, സ്വാഭാവികമായിട്ടും മറ്റനുബന്ധ മേഖല വികസിക്കും, ടൂറിസം മേഖല വികസിക്കും. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ രീതിയിലൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇവിടെ നമ്മുടെ ഈ ഒരു എഫക്റ്റഡ് എക്കോണമി എന്ന് പറയുന്നത്, നമുക്കിവിടെ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇക്കോണമിയിലേക്ക് കൺസംഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പണം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആ ഒരു പോയിന്റ് വളരെ ഇഷ്ടപ്പെട്ടു. ബാഡ് ബാങ്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമ്മുടെ ബാങ്കുകൾ ഇങ്ങനെ പല ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ഇൻഡസ്ട്രീസിനും ഓർഗനൈസേഷൻസ് ഒക്കെ കടം കൊടുത്ത് കിട്ടാക്കടമായിട്ട് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് ഇങ്ങനെ കോടികൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് ഓരോ ബാങ്കുകളും. അപ്പൊ 2015 മുതൽ ഇതിന്റെ അസറ്റ് ക്വാളിറ്റിയെ മെഷർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2018 ആകുമ്പോഴേക്കും നമ്മുടെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ, അതായത് ഈ കിട്ടാക്കടത്തിന് മുകളിൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച ഒരു പണമായിട്ട് ഏകദേശം 85% നമ്മുടെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ എല്ലാ ബാങ്കുകളും കിടപ്പുണ്ട്. ഇതൊക്കെ ഒരു ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു ബാഡ് ബാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള പണം ഈ ഗവൺമെന്റ് തന്നെ ബാങ്കുകളിലേക്ക് തിരിച്ചു പമ്പ് ചെയ്യുന്നു. അതുവഴി ബാങ്കുകളിൽ ഇനഫ് ക്യാഷ് ആവുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് മുന്നോട്ട് ചിന്തിക്കുന്ന സമയത്തേക്ക് എക്കോണമിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇനി ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം, ഈ പറഞ്ഞ ഏത് തരം ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള, ആരും തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് മുഴുവനായിട്ട് ബിസിനസ് തുടങ്ങാറില്ല. തീർച്ചയായിട്ടും നമ്മൾ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്യും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സമയത്ത് അവർക്ക് പമ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പണം ഈ പറയുന്ന ബാങ്കുകളുടെ കയ്യിൽ ഉണ്ടാവണം. അതിപ്പോ ഓൾറെഡി സെക്യൂർ ആണ്. ഈ ഒരു സമയത്ത് പോലും, ഇത്രയും എഫക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് പോലും നമ്മുടെ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6% എബവ് ആണ്. നെറ്റ് പെർഫോമിംഗ് അസറ്റ്സിന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ 3% ബിലോ ആണ് നെറ്റ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് അത് കാണിക്കുന്നത് നമ്മുടെ ബാങ്കുകൾ അത്രയും സ്ട്രോങ് ആണ്. ഈവൻ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ പോയി നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൊവിഷൻ കവറേജ് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം ഉണ്ടാവില്ല. കാരണം നമ്മൾ 2008 ലീമാൻ ബ്രദേഴ്സിന്റെ ക്രാഷിനൊക്കെ ശേഷം അറിയുന്നതാണ് US പോലുള്ള ഒരു ശക്തമായിട്ട് രാജ്യത്ത് പോലും ബാങ്കിങ് അടിത്തറ എങ്ങനെ താറുമാറായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ബാങ്കുകൾ ഈ സമയത്ത് പോലും, ഞാനതിന്റെ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ നെറ്റ് ഇൻകംസ് നോക്ക്, NPA സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന സമയത്ത് 3% ബിലോ ആണ്. ക്രെഡിറ്റ് ഗ്രോത്ത് ഇപ്പോഴും 6% എബവ് ആണ് നമ്മുടെ. ഇപ്പോഴും ഇപ്പൊ HDFC ബാങ്കിന്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ 26% ലോൺ ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് നമുക്കുണ്ട് എന്നുള്ളത് സത്യമാണ് ആ എക്കോണമി. പിന്നെ ഹെൽത്ത് സെക്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 35,000 കോടി രൂപയാണ് വാക്സിനേഷനും മാത്രമായിട്ട് വച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പൊ 130 കോടി ജനങ്ങളുണ്ട്. ഒരു ഡോസിന് 200 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഇപ്പൊ 170 കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ ചെയ്യാനുള്ള പണം ഓൾറെഡി മാറ്റി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ബേസിക് മുതൽ ഇപ്പൊ പറയുമ്പോഴും പിന്നെയും വിമർശനങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. അതായത് അങ്ങനെ സൗജന്യമാക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഇത് ബജറ്റിലാണോ പ്രഖ്യാപിക്കേണ്ടതെന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കണ്ടേ?
അല്ല, അതിനുള്ള പ്രൊവിഷൻസ് കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് പോലും, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഗെയിം ആണ് കളിച്ചിരിക്കുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിനെ ആർക്കും തന്നെ നിശിതമായിട്ട് വിമർശിക്കാനുള്ള ഇടമില്ല. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബജറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ പഠിച്ചു വെച്ചതായിരുന്നു. കേരളത്തെ അവഗണിച്ചു, ഒന്നുമില്ല, ഇതാണെന്നൊക്കെ പഠിച്ചു വന്നതാണ്. പക്ഷേ ഇതാകെ മൊത്തം വരുമ്പോൾ വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു ബജറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് പലരും ഒന്ന് പതറിപ്പോയെന്ന് തോന്നുന്നു, അല്ലേ ശ്രീ സുശാന്ത്? 12,000 കിലോമീറ്റർ, 8,000 മുതൽ 12,000 കിലോമീറ്റർ റോഡ് ആണ് വരാൻ പോകുന്നത് പുതുതായിട്ട്. അപ്പോ ഒരു പണ്ട് മുതലേ ഉള്ള ബജറ്റ് എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ 1 രൂപ, ഞാൻ ഇവിടെ സുബ്രഹ്മണ്യൻ സാർ ഇരിക്കുന്നുണ്ട്, സാറിന് അറിയാം കൃത്യമായിട്ട്, 1 രൂപ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 2.5 രൂപ ആ വർഷം തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. ആ വർഷം, അല്ലെങ്കിൽ മാക്സിമം അതിന്റെ ടോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 1 രൂപ സ്പെൻഡ് ചെയ്യുന്ന സ്ഥാനത്ത് 4.5 രൂപ വരെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ഇത്രയും പൈസ നമ്മൾ, ഈവൻ നമ്മുടെ ഡെഫിസിറ്റ് പോലും നമ്മൾ പമ്പ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും കണ്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള റവന്യൂ, ഇനി അതിന് മുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റുള്ള അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നോക്കുമ്പോൾ വലിയൊരു റവന്യൂ നമുക്ക് ആന്റിസിപ്പേറ്റഡ് ആണ് ഇനി വരുന്ന വർഷങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഷത്തേക്കുള്ള ഒരു ഔട്ട്ലേ നോക്കരുത് ഒരിക്കലും, പ്രത്യേകിച്ച് ഈ അവസരം. ഇൻഡിവിജ്വലി ഫോക്കസ്ഡ് അല്ല. ഇപ്പം കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പറയാ എനിക്ക് എന്ത് ടാക്സ് ഡിഡക്ഷൻ വന്നു, ഞാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് എന്തിന് വില കൂടി, എന്തിന് വില കുറഞ്ഞു എന്നുള്ളതല്ല. ആ ഒരു ഏരിയയിൽ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മൊത്തം രാജ്യത്തിന്റെ ഒരു എക്കോണമിയുടെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് അതുവഴി ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ എക്കോണമിക്ക് കിട്ടുന്ന സ്റ്റിമുലസ് വഴി എനിക്കും ഒരു പേഴ്സണൽ എന്ന നിലയിൽ വന്നിട്ട്, പിന്നെ മറ്റുള്ള ഒരു പാക്കേജിന്റെ കാര്യം പറഞ്ഞു, പ്രവാസി, അത് ഒരു സിസ്റ്റം കൂടിയുണ്ട്, PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻഷുറൻസ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി അനുസരിച്ച് നിങ്ങളുടെ എക്സ്പോർട്ടിന്റെ വോളിയം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് നൽകുന്ന പരിപാടി, അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഉപയോഗിച്ചിരിക്കുന്ന കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കിട്ടുന്ന റിസൾട്ടുകളും മറ്റും കാണിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്, വേഗത്തിൽ പോയി തിരിച്ചെത്താം. 1951 ബജറ്റ് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അന്നത്തെ ധനമന്ത്രിയായിരുന്ന CD ദേശ്മുഖ് ഒരു കഥ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഗ്രാമീണൻ, നിരക്ഷരനായ, തൊഴിലില്ലാതെ, സ്ഥിര വരുമാനമില്ലാത്ത ഒരു ഗ്രാമീണൻ അദ്ദേഹത്തിന് ഒരു 5 രൂപ അയച്ചു കൊടുത്തു അക്കാലത്ത്. അപ്പോൾ ആ 5 രൂപ അയച്ചു കൊടുത്തു, അതിന് കൂടി ഒരു കത്തുമുണ്ട്. ആ കത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: സർക്കാരിന് ഒരു പ്രതിസന്ധിയുണ്ട്, അത് മറികടക്കാൻ എന്നാലാവും വിധം ഞാൻ സഹായിക്കും, എല്ലാ വർഷവും സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജനങ്ങൾ ഈ രീതിയിൽ രാജ്യത്തിനൊപ്പം എന്തു വന്നാലും നിലയുറപ്പിക്കേണ്ട ഒരു സമയം, എല്ലാം ഒരുമിച്ച് നേരിടാമെന്ന ഒരു ആത്മവിശ്വാസം കൊണ്ടുവരേണ്ട സമയം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ചില ചിന്താ പദ്ധതികൾ. അതെ, അപ്പോ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ബഡ്ജറ്റിന്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറഞ്ഞത് ഓപ്പോസിഷന്റെ സൈഡിൽ നിന്ന് വന്നത്, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ അവർ എക്സ്പെക്ട് ചെയ്തു. അപ്പൊ ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ അവർ വിചാരിച്ചില്ല, ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഈ ബഡ്ജറ്റിൽ. ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്കോണമി സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുള്ളൂ. ആ സ്പെൻഡിങ് കപ്പാസിറ്റി സ്പെൻഡ് ചെയ്തിട്ട് ഈ റിസഷൻ എന്ന് പറയാൻ പറ്റില്ല, ഈ കൊറോണയുടെ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാം എന്നുള്ള ഒരു മെയിൻ എക്സിക്യൂഷൻ ആണ് ആക്ച്വലി ഓപ്പോസിഷന്റെ സൈഡിൽ നിന്ന് വന്നത്. ബട്ട് ഈ ബഡ്ജറ്റ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 6 pillars, ഇറ്റ്സ് ബേസ്ഡ് ഓൺ 6 pillars ആ. ഒന്ന് നമ്മളെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, രണ്ടാമത് നമ്മളെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കാപ്പിറ്റൽ, മൂന്നാമത്തത് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നാലാമത്തത് ആൻഡ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഇത് തുടക്കം മുതലേ ഗവൺമെന്റ് പറയുന്ന മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ്. ഇപ്പൊ നമ്മൾ ഇതിലുള്ള ഓരോ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ബഡ്ജറ്റിന്റെ ബേസിസ്. ഇപ്പൊ ഹെൽത്തിന് വേണ്ടിയിട്ട് 2.24 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 35,000 കോടി നമ്മൾ സുശാന്ത് പറഞ്ഞ പോലെ വാക്സിനേഷന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അത് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഹെൽത്ത്
നമ്മളെ പറഞ്ഞ പോലെ 130% ഇൻക്രീസ് ആണ് കഴിഞ്ഞ അലൊക്കേഷനിൽ നിന്ന് ഈ അലൊക്കേഷനിൽ വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അപ്പൊ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളത് ഒരു ബേസിക് നീഡാണ് എന്നുള്ളത് ഈ കണ്ടെത്തിയിട്ട് അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് ഇതില് ഈ ബഡ്ജറ്റിൽ ഔട്ട്ലേ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഇത് നമ്മളൊരു വിഷനാണ്. ആക്ച്വലി ഭാരതം ഒരു വിശ്വഗുരു ആവണം. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് വേണ്ടിയിട്ട് 93,220 കോടിയാണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള, ഇതാണ് ഒരു ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ ടാബ്ലറ്റിൽ നമ്മളെ ഓണറബിൾ ഫൈനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്ത പെർലെസ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്നുള്ള ഒരു ഇതും കൂടി ഒരു ക്രെഡിറ്റും കൂടി ഈ കൊല്ലത്തെ ബഡ്ജറ്റ്. മേക്ക് ഇൻ ഇന്ത്യ പതുക്കെ മാറി ഇപ്പോ ആത്മനിർഭർ ഭാരത്, എല്ലാവരും ഓരോ വ്യക്തിയും വികാസത്തിലേക്ക്, അതിനുശേഷം രാജ്യം വികാസത്തിലേക്ക്, അല്ലെ? അതെ അതെ അതെ, വളരെ ശരിയാണ്. അപ്പൊ ഇതാണ് ഓരോ വ്യക്തിക്കും ആക്ച്വലി എംപവർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. നമ്മൾ ഈ ഓസ്ട്രേലിയൻ ടെസ്റ്റ് വിന്നിനെ പറ്റിയിട്ട് നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ മെൻഷൻ ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ന്യൂ ഇന്ത്യ, ന്യൂ ആസ്പിറേഷണൽ ഇന്ത്യ എന്നുള്ള ന്യൂ ഇന്ത്യയിലുള്ള ആളുകൾക്ക് അവർക്ക് മുന്നോട്ട് പോകണം. അപ്പൊ അവർക്ക് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ബെഞ്ചിലിരിക്കുന്ന ആളുകൾ സഡൻലി അവർക്ക് ഒരു ചാൻസ് കിട്ടുക കളിക്കാൻ, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരിക്കലും ജയിക്കൂല എന്ന് വിചാരിച്ച ഒരു ടെസ്റ്റ് ഇത്ര വളരെ മനോഹരമായി ജയിച്ചു. ഇന്ത്യൻസിന്റെ ഒരു കേപ്പബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ if you give a small string of rope, അപ്പൊ they'll latch on to it and then they'll come up. അപ്പൊ ആ ഒരു വിശ്വാസമാണ്, ജനങ്ങളുടെ മുകളിലുള്ള ഒരു വിശ്വാസമാണ് ഈ ബഡ്ജറ്റിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ റിസർച്ച് വേണ്ടിയിട്ട് ഈ കൊല്ലം ഈ ബഡ്ജറ്റിൽ സ്പെസിഫിക് ആയിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് 50,000 കോടിയാണ് സ്പെസിഫിക് ആയിട്ട്. ഇത് ഇന്നോവേഷനും ഇതും എല്ലാം ലിങ്ക്ഡാ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഈ ഇന്നോവേഷൻ, ഇതൊക്കെ ലിങ്ക്ഡ് ആയിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ പുതിയ ടെക്നോളജി നമ്മളെ രാജ്യത്തിൽ വരുള്ളൂ. അപ്പൊ ഈ 50,000 ക്രോസ് ഏർലിയർ ബഡ്ജറ്റിലെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസോ IITസിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന റിസർച്ച് ഫണ്ടിങ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ റിസർച്ച് ഫണ്ടിങ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ വരെ ഇതെല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമ്മൾ പറയാണ് ഇപ്പൊ ഇന്നോവേഷൻ ആൻഡ് R&Dക്ക് 50,000 സ്പെൻഡ് ചെയ്തു. അപ്പൊ അത് പ്രൈവറ്റ് സെക്ടറിനും ഒരു ആക്ച്വലി അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവാണ്. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് 50,000 ക്രോസ്, അപ്പൊ പ്രൈവറ്റ് സെക്ടർ ഇതേപോലെ റിസർച്ച് ഡെവലപ്മെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇത് ഫ്യൂച്ചർ. അത് പ്രൈവറ്റ് സെക്ടർ ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. തീർച്ചയായും. ഞാൻ സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഒറ്റ ചോദ്യം കൂടി സാറിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം തോമസ് ഐസക്കിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, കവിതകൾ പാടി ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ അതിൽ പലപ്പോഴുമുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ പണം എവിടെ? 65,000 കോടിയുടെ പ്രൊജക്റ്റൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഇതിനൊക്കെയുള്ള മൂലധനം എവിടുന്നാണ് എന്നൊരു ചോദ്യം എവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ബജറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ പ്രശ്നം വരില്ലേ? അപ്പോൾ അത് എങ്ങനെയായിരിക്കും? അതിന് എന്ത് മരുന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചത്? ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഒന്ന്. ഇത് വളരെ ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് എന്ത് സ്പെൻഡിങ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിസോഴ്സസ് വേണം. റിസോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ റവന്യൂ കളക്ഷൻ ഇൻക്രീസ് ആവണം, ടാക്സ് ബേസ് ഇൻക്രീസ് ആവണം. ഇപ്പൊ ഇത്രയും കാലത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GSTയിൽ ടാക്സ് ബേസ് ഇൻക്രീസ് ആയത് മാസം എവറി 90,000 ക്രോസ് ടു 1 lakh crore കളക്ട് ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ മാസം 1.15 lakh crores ആണ് കളക്ട് ചെയ്തത്. അപ്പൊ റവന്യൂ ബേസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫേസ്ലെസ്, ഇപ്പൊ നമ്മൾ പറയാം ഫേസ്ലെസ് ഇത് ഇൻകം ടാക്സ് അസസ്മെന്റ്, ഈ ഫേസ്ലെസ് ഇൻകം ടാക്സ് അസസ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ടാക്സേഷൻ സിസ്റ്റത്തിൽ ഒരു വിശ്വാസം വരികയാണ്. അപ്പൊ ആ ടാക്സേഷൻ സിസ്റ്റത്തിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അവർ കൊടുക്കുന്ന ടാക്സ് മണി ഈസ് ഗെറ്റിംഗ് യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. ആ ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് ബേസ് ഡയറക്ട്ലി ഇന്ത്യയിൽ ഇൻക്രീസ് ആവും. ആ ടാക്സ് ബേസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അഡീഷണൽ സെസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ റവന്യൂ ഇതാവും. ഷോർട്ട് ഫോൾ പിന്നെ ക്ലിയർലി പറയുന്നുണ്ട്, നമ്മൾ പർച്ചേസേഷനിൽ കൂടിയും അതർ മീൻസ് ഓഫ് റവന്യൂ റിസോഴ്സസ് കളക്ട്, അത് എല്ലാത്തിനും കൂടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇപ്പൊ നിങ്ങൾ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറഞ്ഞ സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കാതെ ഈ കൊല്ലത്ത് നമ്മളെ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 9.5%.
അപ്പോൾ ഈ റവന്യൂ ബേസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് 6.8% കുറച്ച് കൊണ്ടുവരും. ഇത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഡബിൾ ഡിജിറ്റിലേക്ക് പോകും ഫിസിക്കൽ ഡെഫിസിറ്റ് സ്പെൻഡ് ചെയ്ത് എന്നുള്ളത്. അപ്പൊ ഈ റവന്യൂ ഉള്ളത് കാരണം, റവന്യൂ ബേസ് കൂടി കാരണം 6.8% ആയിട്ട് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ഓവർ 5 year പീരീഡിൽ അത് 4 പഴയ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിന്റെ പ്രസന്റേഷനിൽ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് ആക്ച്വലി ഇതേപോലെ തന്നെ ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യാൻ ഒരു പ്രോപ്പർ ആയിട്ട് ഇത്രയും കാലം നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഡെവലപ്മെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഓർഗനൈസേഷന് 20,000 crore ക്യാപിറ്റൽ ഇനീഷ്യലി എന്നിട്ട് 5 lakh crore ആണ് ഇതിന്റെ ടോട്ടൽ സ്പെൻഡിങ് ഓവർ എ പീരീഡ് ഓഫ് 4 to 5 years അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെവലപ്മെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി പുതിയൊരു പാത്ത് ബ്രേക്കിംഗ് തിങ്കിങ് ആണ്. ഈ എക്സ്പെൻഡിച്ചർ, ഈ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തിട്ട് അത് പ്രോപ്പർ സ്പെൻഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായ, വളരെ ലളിതമായ എന്നാൽ വളരെ ആഴത്തിലുള്ള മറുപടി. വളരെയധികം നന്ദി ശ്രീ സുബ്രഹ്മണ്യൻ ഈ നിമിഷം ഇത്തരത്തിൽ മനോഹരമായി പറഞ്ഞതിന്. ശ്രീ സജീവ്, നമുക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി ശ്രദ്ധ വേണ്ടത്. ആത്മനിർഭർ ഭാരത് എത്രത്തോളം ഗുണകരമാണ്, എത്രത്തോളം ദിശാബോധം നൽകുന്നതാണ് ഈ ബജറ്റ്? വളരെ പെട്ടെന്ന് മറുപടി. എന്നോടാണെന്ന് തോന്നുന്നു അല്ലെ? തീർച്ചയായും. ആത്മനിർഭർ ഭാരതിന്റെ ഇന്നത്തെ നിലവാരത്തിൽ അത് മുന്നോട്ട് വെക്കുന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. കാരണം സമൂലമായ ഒരു മാറ്റം നമ്മൾ മുൻകാലങ്ങളിൽ കേട്ടുവരാറുണ്ടായിരുന്നു. കേന്ദ്രത്തില് കോട്ടിട്ട മോഡി, കേരളത്തിൽ മുണ്ടെടുത്ത മോഡി. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത 1-2 ഭരണയന്ത്രങ്ങളുടെ മാറുമ്പോൾ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പുകളെല്ലാം മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്തവണ 12,000 കോടി രൂപയാണ് കമ്മി നികത്തുന്നതിന് വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന 19,000 കോടി രൂപയാണ്. 12,000 ചോദിച്ചപ്പോൾ കൊടുത്തത് 19,000 കോടി രൂപയാണ്. 65,000 കോടി രൂപയുടെ ഹൈവേ വികസനമാണ് കൊടുത്തത്. ഇത് എല്ലാം നമ്മൾക്ക് ചൂണ്ടുപലകയായിട്ട് വരുന്ന അടിസ്ഥാന വികസന രംഗത്തുള്ള മാറ്റമാണ്. ഈ മാറ്റങ്ങൾ ഉണ്ടാകാതെ ഒരു രാജ്യത്തിനെ എങ്ങനെ മുന്നോട്ട് വളർത്താൻ പറ്റും? അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ്. അതിനുവേണ്ടിയാണ് പണം കൂടുതൽ പമ്പ് ചെയ്യുന്നത്. ഈ പമ്പ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പറയുന്ന ഈ ആത്മനിർഭർ ഭാരത് ആയി ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെന്റ് മേഖലകളിലെല്ലാം മാറ്റമുണ്ടാകുന്നത്. അത് ഓരോ വ്യക്തികളിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാർഷിക രംഗത്തായാലും വ്യവസായ രംഗത്തായാലും വാണിജ്യ രംഗത്തായാലും എല്ലാ രംഗങ്ങളിലും സമൂലമായ മാറ്റമുണ്ടാകും. അതേതെങ്കിലും സംസ്ഥാന തലത്തിലുള്ള ഒരു മാറ്റമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഒരു മാറ്റമായിട്ടോ ഉള്ളതല്ല. നമ്മളത് ഇത്തവണത്തെ ബഡ്ജറ്റിലെ സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ അറിയാം. ചിലരൊക്കെ പറയുന്നുണ്ട് അടുത്ത സമീപ കാലങ്ങളിൽ വരുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കുറെ എല്ലാം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ ബീഹാർ പോലുള്ള, കാശ്മീർ പോലുള്ള, ലഡാക്ക് പോലുള്ള മേഖലകളിലേക്ക് പോയിരിക്കുന്ന ഫണ്ടിന്റെ കണക്കുകൂടെ നോക്കുമ്പോൾ സമൂലമായ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നീക്കങ്ങൾ ഈ ബഡ്ജറ്റിൽ തീർച്ചയായും സമയക്കുറവോട് മാത്രമാണ്. ശ്രീ ഹരി, അവസാനമായി വളരെ വേഗത്തിൽ മറുപടി വേണം. എന്നിട്ടും എന്തിനാണ് ഈ ശതകോടികൾ കേന്ദ്ര സഹായം കിട്ടിയിട്ടും ഐസക് ഇനിയും ഓടി നടന്ന് കടം മേടിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ മറുപടി, രാഷ്ട്രീയപരമായി എങ്ങനെ നോക്കിക്കാണാം? തോമസ് ഐസക് എന്തായാലും കടം മേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബഡ്ജറ്റിനെ പറ്റി വിമർശനം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. ആ സ്ഥാപനങ്ങൾ ഭരണഘടന അനുസൃതമായി സംസ്ഥാന ഗവൺമെന്റിന് കടം മേടിക്കാനുള്ള അധികാരം തരണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ബഡ്ജറ്റിനെ പറ്റി പറയുവാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നേരത്തെയുള്ള എല്ലാ സർക്കാരുകളും ധനകമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഇനി ഇന്ത്യ കാണാൻ വേണ്ടി പോകുന്ന ഒരു സാമ്പത്തിക കുതിപ്പ് എന്ന് പറയുന്ന വി മാതൃകയിലായിരിക്കും എന്നുള്ളതാണ് സാധാരണ ഇതിനെപ്പറ്റിയുള്ള സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഇപ്പോഴുള്ള ഇതിൽ നിന്നും താഴേക്ക് വരികയും പിന്നെ കുതിച്ചു ചാടുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ റിസർവ് ബാങ്കിന്റെ തന്നെ ഒരു ലേഖനം ഞാൻ വായിച്ചപ്പോൾ വി മാതൃക എന്ന് പറയുന്ന വാക്സിനേഷൻ മാതൃകയിലായിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. അത് ഇപ്പോഴത്തെ നമ്മുടെ
നമ്മുടെ വിദേശ നയതന്ത്രം തന്നെ. കാരണം നമ്മൾ വളരെ ബഹുദൂരം മറ്റുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മളെ ശത്രുക്കളായി കാണുന്ന അയൽ രാജ്യങ്ങളെ നമ്മൾ വളരെയധികം നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെ ഈ കോവിഡിന്റെ വാക്സിനേഷൻ എല്ലാ സ്ഥലങ്ങളിലും ഈ ഞങ്ങള് ഉള്ള കുവൈറ്റിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും എത്തുകയും ഇന്ത്യയുടെ പേര് ലോകത്തിലെ തന്നെ ഒരു വാക്സിൻ ഉൽപാദന രാജ്യമായി ഇന്ത്യയുടെ പേര് ചരിത്രത്തിൽ ആദ്യമായി മുന്നോട്ട് വരുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതിന്റെ എല്ലാം ഇത് വരാൻ വേണ്ടി പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയും ഫോർവേഡിംഗ് ഇൻഡസ്ട്രീസും അതെല്ലാം വരാൻ വേണ്ടി പോകുന്നത് വലിയൊരു ഡെവലപ്മെന്റിലേക്കായിരിക്കും. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മനിർഭർ ഭാരത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വ്യക്തിയും മുന്നേറ്റം ഉണ്ടാക്കുക, മികച്ച രീതിയിൽ മുന്നേറുക. സ്വാഭാവികമായിട്ടും രാജ്യം വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കും. അതുവഴി ലോകത്തിന് ഭാരതം വിശ്വഗുരുവായി മാറുക തന്നെ ചെയ്യും. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും അതിഥികൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി.